എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടി വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ഇലസദ്യകളിൽ ഒഴിച്ചുകൂടാനാവാത്ത നല്ലൊരു കറിയാണ്. ഒരു വെള്ളരിക്ക കിട്ടിയാൽ ഇത്രയും രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മറ്റൊരു കറിയില്ല. ആർക്കും ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നിങ്ങളിപ്പോൾ തേങ്ങ ഇല്ലാത്ത നാട്ടിലാണ് നിങ്ങളുള്ളതെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ടും ഇതുപോലൊന്ന് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള വെള്ളരിക്ക പച്ചടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. ഈ ഒരു വെള്ളരിക്ക വെച്ചിട്ട് പച്ചടി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിനായിട്ട് ഈ വെള്ളരിക്കയുടെ തോലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. വെള്ളരിക്ക ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ടൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. മൺചട്ടിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി എരിവിന് ആവശ്യമായ 4 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടുപ്പിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മൂടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പൊന്ന് അരച്ചെടുക്കാം. അരപ്പിനായിട്ട് ഇതുപോലൊരു അരമുറി നാളികേരം നമുക്കൊന്ന് തിരുമിയെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ കാണിച്ച നാളികേരം തിരുമി ഇന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് അരച്ചെടുക്കുമ്പോൾ ഒരു പച്ചമുളകും 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ തന്നെ കടുകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ജീരകവും പച്ചമുളകും തേങ്ങയും കൂടി ആദ്യമേ ഒന്ന് അരച്ച് നല്ലപോലെ വെണ്ണ പോലെ അരച്ചതിന് ശേഷം കടുകൊന്ന് ഒതുക്കി അരച്ചെടുത്താൽ മാത്രം മതിയാകും. അധികം അറിയാതെ തന്നെ വേണം കടുക് ചേർത്ത് അരക്കാനായിട്ടും. നാളികേരം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർക്കരുത്. ഇതെല്ലാം നല്ല വെണ്ണ പോലെ അരച്ചതിന് ശേഷമായിരിക്കണം കടുക് ചേർത്തൊന്ന് ഒതുക്കിയെടുക്കേണ്ടത്. ഈ സമയത്ത് മൂടി വെച്ച് വേവിക്കാൻ വെച്ച കഷ്ണങ്ങളൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊന്ന് നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് അരപ്പൊന്ന് അരച്ചെടുത്തിട്ട് വരാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ, വെള്ളമെല്ലാം പറ്റി ഈ ഒരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള നാളികേരം ചേർക്കാം. കടുകധികം അരയാതെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. നാളികേരം അരച്ചത് ചേർത്തൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. കറി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറിയ തിള വന്നാൽ മാത്രം മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ കട്ട തൈരാണ്. ഒന്ന് ചൂടായി ഒരു ചെറിയ തിള വരുന്നതിന് ശേഷമാണ് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തൈര് കൂടെ ചേർക്കണം. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഉടൻ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കറിയിലേക്ക് ഉപ്പോ പുളിയോ ഒക്കെ പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർക്കാം, ഉപ്പും ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ പച്ചടിക്ക് നല്ല പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പഞ്ചസാര ചേർക്കുമ്പോൾ പച്ചടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ യാത്രികക്കാരുടെ സീക്രട്ടാണ് കേട്ടോ. പഞ്ചസാര കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറി അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു താളിപ്പ് ചേർക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുക് ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകിപ്പോൾ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് ചട്ടിയെടുത്ത് മാറ്റുവാണ്. 5 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിലാണ് നമുക്ക് ഈ വെള്ളരിക്ക കൊണ്ടിട്ട് ഇതുപോലൊരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ആർക്കും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറി കൂടിയാണ്. എല്ലാവരും നിത്യവും വീട്ടിൽ തയ്യാറാക്കുന്ന മോര് കാച്ചിയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്
ഇതുപോലൊരു കറി എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.